ഹായ് സ്റ്റുഡൻസ്, നമുക്ക് വീഡിയോ 65ലേക്ക് കടക്കാം. ദാറ്റ് ഈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്യൂരിയർ കൺവേർജൻസ് ഒക്കെ പഠിച്ചു. ദ നെക്സ്റ്റ് ഇസ് ദ ഫ്യൂരിയർ സീരീസ് ഫോർ ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ. അതിന് മുമ്പായിട്ടപ്പോൾ നമ്മൾ എന്താണ് ഒരു ഈവൺ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ നിങ്ങൾ പഠിച്ചതാണ്. ഇതൊന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എപ്പോഴാണ് ഈവൺ ഫംഗ്ഷൻ ആകുക? whenever f of minus x is equal to f of x for each x in the domain of f. അപ്പോൾ എഫ് ഓഫ് അവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എവിഡൻ്റ് ആയിട്ട് അറിയാം കോസ് ഓഫ് മൈനസ് തീറ്റ ഇസ് കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റ ഇസ് എൻ ഈവൺ ഫംഗ്ഷൻ. പക്ഷേ അതുപോലെ ഇഫ് യു ടേക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ്. Therefore x square is an even function. അതേപോലെ ഒരു ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അതിനെ മൈനസ് എക്സ് ആക്കിയാൽ എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഫോർ ഈച്ച് എക്സ് ഇൻ ദ ഡൊമെയിൻ ഇറ്റ് ഇസ് കോൾഡ് an odd function. For example, sin x, we know that sin of minus theta is minus sin theta. So sin theta is an odd function, but cos theta is an even function. വേറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എക്സാമ്പിൾ ഓഫ് ഈവൻ ഫംഗ്ഷൻ 1 എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് എക്സ് റേസ് ടു 2n എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു n ഹോൾ സ്ക്വയർ. ദീസ് ഓൾ ആർ ഈവൻ ഫംഗ്ഷൻസ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ മോഡ് എക്സ് ഇസ് എൻ ഈവൻ ഫംഗ്ഷൻ. അതേസമയം ഓഡ് ഫംഗ്ഷൻ എക്സ് ക്യൂബ് സൈൻ എൻ എക്സ് എക്സ് റേസ് ടു 2n പ്ലസ് 1 എക്സ് റേസ് ടു 2n ഈവൺ ആണ്, പക്ഷേ 2n പ്ലസ് 1 വന്നാൽ അതൊരു ഓഡ് ഫംഗ്ഷൻ ആയി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എനിക്ക് ക്യാൻ യു ഗിവ് എൻ എക്സാമ്പിൾ ഫോർ എ ഫംഗ്ഷൻ വിച്ച് ഇസ് നൈദർ ഈവൺ നോർ ഓഡ് എന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് ഓൺലി ഇ റേസ് ടു എക്സ്. കാരണം എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. അതിനെ മൈനസ് എഫ് ഓഫ് എക്സ് ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. ഒറ്റയടിക്ക് ഇ റേസ് എഫ് ഓഫ് എക്സ് ഒന്നും എഴുതാൻ സാധിക്കില്ല. സോ ഇത് ഓഡുമല്ല ഈവണുമല്ല. ഇനി അതുപോലെ ബോത്ത് ഓഡ് ആൻഡ് ഈവൺ, ഏത് ഫംഗ്ഷനാണ് ഈവൺ ഓഡ് ഒരുപോലെ ആവുന്നത്? ദാറ്റ് ഈസ് ഓൺലി ഐഡൻറ്റിക്കലി സീറോ. ഇഫ് എഫ് ഇസ് ഈക്വൽ ടു സീറോ വാട്ട് മേ ബി എക്സ്. എഫ് ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അത് ഈവണുമാണ് ഓഡുമാണ്. ഇനി ഈ പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞൊരു പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്തു. ഇനി ഫ്യൂരിയർ കൺവേർജൻസ് തിയറത്തിൽ ഈ പ്രോപ്പർട്ടി ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ വളരെ ഈസിയാണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു പ്ലസ് എൽ. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒന്ന് തന്നെ, പക്ഷേ ലോവർ അല്ല, അതിൻ്റെ മൈനസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഈ എഫ് ഓഫ് എക്സ് ഈവൺ ആണെങ്കിൽ ഇതിനെ ഒറ്റയടിക്ക് നമുക്ക് എങ്ങനെ എഴുതാം? ട്വൈസ് ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ട്വൈസ് ഇൻറ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ബട്ട് ഇഫ് എഫ് ഇസ് ഓഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. ദിസ് പ്രോപ്പർട്ടി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് എഫ് ഇസ് എൻ ഈവൺ ഫംഗ്ഷൻ ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്വൈസ് ഇൻറ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇഫ് എഫ് ഇസ് ഓഡ് മൈനസ് ഇൻറ്റഗ്രൽ മൈനസ് പൈ ടു പ്ലസ് പൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി അപ്പോൾ ഈവൺ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഈവൺ ഫംഗ്ഷൻ്റെ ഫ്യൂരിയർ സീരീസ് ഏത് രീതിയിൽ വരും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു എഫ് ബി എൻ ഈവൺ ഫംഗ്ഷൻ. അതിന് മുമ്പായിട്ട് സപ്പോസ് ദാറ്റ് എഫ് ആൻഡ് എഫ് ഡാഷ് ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇൻ്റർവൽ മൈനസ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ. കണ്ടിന്യൂസ് ആണെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി പീസ് വൈസ് കണ്ടിന്യൂസ് ഓൾസോ. സോ ആൻഡ് എഫ് ഇസ് ആൻ ഈവൺ പീരിയോഡിക് ഫംഗ്ഷൻ. അപ്പോൾ എന്തൊക്കെ വേണം? ഫ്യൂരിയർ സീരീസ് ഓഫ് ഈവൺ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എഫ് ഈവൺ ഫംഗ്ഷൻ ആവണം. ദിസ് ഷുഡ് ബി എ പീരിയോഡിക് ഫംഗ്ഷൻ ആവണം. എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ്. നമ്മൾ ഇന്നലെ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് കുറേ ചെയ്തു അല്ലേ? സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിത്ത് പീരിയഡ് 2L അങ്ങനെ വന്നാൽ യു നോ ദറ്റ് എഫ് ഈവൺ ഫംഗ്ഷൻ ആയ സ്ഥിതിക്ക് വി നോ ദറ്റ് കൊസൈൻ ഇസ് ഓൾവേസ് ഈവൺ ഫംഗ്ഷൻ ആൻഡ് സൈൻ ഇസ് ഓൾവേസ് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഫ്യൂരിയർ സീരീസിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എം പൈ എക്സ് ബൈ എൽ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടല്ലോ. അപ്പോൾ എഫ് ഈവൺ ആണ്, കോസ് ഈവൺ ആണ്, ഈവണും കൂടി വന്നാൽ ഈവൺ ആണ്. എഫ് ഈവൺ ആണ്, സൈൻ ഓഡാണ്, ഈവണും ഓടും കൂടി വന്നാൽ ഓഡ്. അപ്പോൾ നമുക്ക് ഫ്യൂരിയർ സീരീസിൽ എഫ് ഓഫ് എക്സ് കോസ് എം പൈ എക്സ് ബൈ എൽ ടേം വരുമ്പോൾ ഈവൺ ഫംഗ്ഷനാണ്, ഇത് ഓഡ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഫ്യൂരിയർ കോഎഫിഷ്യൻ്റ് എഴുതുമ്പോൾ എ എന്നിൽ നമുക്കറിയാലോ എൻ്റെ ഫോമുല എന്താ? 1/L ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു പ്ലസ് എൽ എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്.
ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതി എഫ് ഓഫ് എക്സ് ഈവൺ ഫംഗ്ഷനാണ്. കോസ് ഈവൺ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇസ് ഓൾസോ ഈവൺ അല്ലേ. നമുക്കറിയാം ഈ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ അനുസരിച്ച് ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു പ്ലസ് എൽ ട്വൈസ് ഇൻറ്റഗ്രൽ 0 to L ആവും. അതുകൊണ്ടാണ് ഇത് 2/L ഇൻറ്റഗ്രൽ 0 to എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. എൻ ടേക്സ് വരെ 0 1 2 3. പക്ഷേ നമുക്ക് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എം പൈ എക്സ് ബൈ എൽ ഓഡ് ആയ സ്ഥിതിക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ബി എൻ എന്ത് വരും? ബി എൻ ബിക്കം 0. അതാണ് ബി എൻ ഇസ് 0 സിൻസ് ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇസ് ഓഡ് അക്കോർഡിംഗ് ടു ദ പ്രോപ്പർട്ടി ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഇസ് ഓഫ് എൻ ഓഡ് ഫംഗ്ഷൻ ഇറ്റ് ഇസ് 0. അപ്പോൾ ബി എൻ്റെ ടേം ഫ്യൂരിയർ സീരീസിലില്ല. അപ്പോൾ ഫ്യൂരിയർ സീരീസിൽ എന്ത് മാത്രം വരും? എ എൻ്റെ ടേം മാത്രം. എ നോട്ട് ബൈ 2 സിഗ്മ n is equal to 1 to infinity എ എൻ കോസ് എൻ പൈ എക്സ് ബൈ എൽ. അപ്പോൾ അങ്ങനെ ഒരു എഫ് ഓഫ് എക്സ് ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫ്യൂരിയർ സീരീസിൽ കൊസൈൻ ടേം ഒരു കോൺസ്റ്റൻറ്റ് ടേം കൂടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്യൂരിയർ സീരീസിനെ ഒരു ഈവൺ ഫംഗ്ഷൻ്റെ ഫ്യൂരിയർ സീരീസിനെ നമുക്ക് എന്ത് പറയാം? ഫ്യൂരിയർ കൊസൈൻ സീരീസ്. എഫ് ഓഫ് എക്സ് ഇസിക്കൽ മോഡ് എക്സിൻ്റെ നമ്മൾ ഫ്യൂരിയർ സീരീസ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പഠിച്ചു. അത് നിങ്ങളൊന്ന് തിരിഞ്ഞ് നോക്കിക്കോളൂ. യു ക്യാൻ സീ ദാറ്റ് അതിൻ്റെ ഫ്യൂരിയർ സീരീസ് ഒരു കൊസൈൻ സീരീസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ്. കാരണം മോഡ് എക്സ് ഈവൺ ഫംഗ്ഷനാണ്. അപ്പോൾ ഫൈനൽ ആൻസറിൽ നമുക്ക് എ എൻ ടേം മാത്രമേ ഉള്ളൂ, ബി എൻ 0 കിട്ടും, ഫ്യൂരിയർ കൊസൈൻ സീരീസ്. അതേപോലെ നമ്മൾ പറയാൻ പോകുന്നു ഇഫ് എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഫ്യൂരിയർ സീരീസ് ഒരു ഫ്യൂരിയർ സൈൻ സീരീസ് ആയിരിക്കും. അത് പെട്ടെന്ന് പറയാം. ഇതേപോലെ തന്നെ സപ്പോസ് എഫ് എൻ എഫ് ഡാഷ് പീസ് വൈസ് കണ്ടിന്യൂസ് on the interval minus L. Let f be an odd periodic function with period 2L. ഈ പ്രോപ്പർട്ടി ഒക്കെ വേണം കേട്ടോ, എന്നാലേ പറ്റുള്ളൂ. കോസ് എപ്പോഴും ഈവൺ ഫംഗ്ഷനാണ്. അതുകൊണ്ട് അതുപോലെ സൈൻ ഈസ് ഓൾവേസ് ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് കോസ് എം പൈ എക്സ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് ഓഡാണ്, കോസ് ഈവൺ ആണ്, ഓഡും ഈവൺ കൂടി വരുമ്പോൾ ഓഡ് ഫംഗ്ഷനാണ്. എഫ് ഓഫ് എക്സ് ഓഡാണ്, സൈന് ഓഡാണ്, ഓഡ് ഇൻറ്റു ഓഡ് ബിക്കംസ് ഈവൺ. അപ്പോൾ ഇവിടെ ഇതാണ് ഈവൺ ടേം വരുന്നത്. അപ്പോൾ നമ്മുടെ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എ എൻ ആണ് എ എന്നിലാണ് ഇൻറ്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് കോസ് എം പൈ എക്സ് ബൈ എൻ പൈ എക്സ് ബൈ വരിക ഔട്ട് ഫംഗ്ഷൻ. അപ്പോൾ എ എൻ ഇവിടെ 0 വരും. പക്ഷേ ബി എൻ ഇവിടെ എന്ത് വരും? ട്വൈസ് ഇൻറ്റഗ്രൽ 0 to L. അതാണ് പറയുന്നത്. എ എൻ ബിക്കംസ് 0 ആൻഡ് ബി എൻ ബിക്കംസ് ട്വൈസ് ഇൻറ്റഗ്രൽ 0 to L. 1/L ഓൾറെഡി ഈ ബി എന്നിലുള്ളതാണ്. എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് ബൈ എൻ ടേക്സ് 1 2 3 ആണ് ബി എന്നിൽ. അപ്പോൾ ഫ്യൂരിയർ സീരീസിൽ എന്ത് സംഭവിക്കും? ഓൺലി വി ഹാവ് ഇവിടെ എ എൻ 0 ആയ സ്ഥിതിക്ക് എ നോട്ടും 0 അപ്പോൾ എ നോട്ട് ബൈ 2 ടേം ഇല്ല. ഉള്ളി സിഗ്മ ബി എൻ സൈൻ എൻ പൈ എക്സ് ബൈ എൽ ടേം ഉള്ളൂ. ദെർഫോർ ഇഫ് എഫ് ഇസ് എൻ ഓഡ് ഫംഗ്ഷൻ ഇറ്റ്സ് ഫ്യൂരിയർ സീരീസ് ഇസ് ഓൾവേസ് എ ഫ്യൂരിയർ സൈൻ സീരീസ്. ഫ്യൂരിയർ സൈൻ സീരീസ് ആയിരിക്കും. അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എൽ less than x less than L f of x plus 2L equal to f of x for 3 periods and find the Fourier series for f. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ദിസ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 2L. എഫ് ഓഫ് എക്സ് ഇക്വൽ എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. That is minus f of x. So the given function is what? It is an odd function. Therefore, the given function is an odd periodic function. So, and this is നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ദിസ് ഇസ് പീസ് വൈസ് കണ്ടിന്യൂസ്. ഇതിൻ്റെ ഗ്രാഫാണിത്. മൈനസ് എൽ മുതൽ പ്ലസ് എൽ വരെ. എഫ് ഓഫ് എക്സ് ഇസ് എക്സ്, എഫ് ഓഫ് 0 is 0, എഫ് ഓഫ് എൽ ഇസ് എൽ, എഫ് ഓഫ് മൈനസ് എൽ ഇസ് മൈനസ് എൽ. അതുകൊണ്ട് ഇത് ഇങ്ങനെ വരും ഈ വിധം. അപ്പോൾ ഇവിടുത്തെ പീരീഡ് 2L ആണ്. അടുത്ത പീരീഡ് വരുമ്പോൾ നോക്കിക്കോളൂ, അടുത്ത പീരീഡ് വരുമ്പോൾ എൽ മുതൽ 3L വരെയാണ്. സോ അതും ഇതേപോലെ തന്നെ വരും. അപ്പോൾ എല്ലിൻ്റെ കണ്ടിന്യൂസ് ആണല്ലേ, എങ്ങും ബ്രേക്കേജ് വരുന്നില്ല, പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. ഒറ്റ കണ്ടിന്യൂസ് നമുക്കിതിനെ പറയാൻ പറ്റില്ല, കാരണം എക്സിൻ്റെ എല്ലാ വാല്യൂവിനും കറക്റ്റായിട്ട് പോയിൻറ്റ്സ് വരുന്നുണ്ട്. ഇങ്ങൊരു ഡിസ്കണ്ടിന്യൂറ്റി കാണുന്നില്ല. Therefore we can say that this is a piecewise continuous function, periodic function, and also it's an odd function. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കേസിലാണ്. അപ്പോൾ നമുക്ക് ഫ്യൂരിയർ സീരീസ്, ഫ്യൂരിയർ സൈൻ സീരീസ് കിട്ടണം. Let us see that. Since f is periodic with period 2L and its coefficient, it is an odd function, therefore am should be equal to 0 and bm is equal to 2/L integral 0 to L f of sin m pi x by L. That is 2/L integral 0 to L f of x x ആണ്, sin m pi x by L dx ആണ്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. 2/L അവിടെ നിർത്തി. The first term into integral of second, put the limit, minus integral of derivative of first one 1, integral of second one minus cos m pi x by L by m pi by L dx. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയെല്ലാം മൈനസും
എൽ ഇത് മുകളിലോട്ട് പോയാൽ എൽ ബൈ എം പൈയും രണ്ടിടത്തും ഉണ്ട് അല്ലേ. അപ്പോൾ ആ മൈനസും വെളിയിലെടുത്തു. എൽ ബൈ എം പൈയിൽ എല്ലും എല്ലും അങ്ങ് ക്യാൻസൽ ചെയ്താൽ 2/m വെളിയിൽ നിർത്തി. അപ്പോൾ ഇവിടെ മൈനസ് ഇല്ല, ഇവിടുത്തെ ഈ വെളിയിലുള്ള മൈനസ് ഇവിടെ കാണും. സോ പിന്നെ എന്താ പറയുക, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ ഇൻറ്റു കോസ് എം പൈ എൽ ബൈ എൽ, അപ്പോൾ എല്ലും എല്ലും പോവും. അപ്പോൾ കോസ് എം പൈ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദിസ് ബിക്കസ് 0, അതുകൊണ്ട് ഞാനത് എഴുതിയില്ല. ഇവിടെ വരുമ്പോൾ ഈ മൈനസ് മാത്രമേ ഉള്ളൂ, ഈ മൈനസ് ഓൾറെഡി വെളിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് കോസ് എം പൈ എക്സ് ബൈ എൽ ആണ്. അപ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഓഫ് കോസ് സൈൻ എം പൈ എക്സ് ബൈ എൽ ബൈ എം പൈ ബൈ എൽ, പുട്ട് ദ ലിമിറ്റ് 0 to L. പക്ഷേ ഇവിടെ ലിമിറ്റ് കൊടുത്തു കഴിയുമ്പോൾ എല്ലും പോയാൽ സൈൻ എം പൈയും സൈൻ 0 ഹോൾ ടേം ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 വരും. സോ ദിസ് ഈസ് ഓൺലി റിമൈനിങ് മൈനസ് 2L ബൈ എം പൈ കോസ് എം പൈ എന്ന് പറഞ്ഞാൽ -1 റേസ് ടു -0. സോ 2L ബൈ എം പൈ -1 റേസ് ടു ഈ മൈനസും കൂടി ചേരുമ്പോൾ ബിക്കോസ് എം പ്ലസ് 1 ആൻഡ് സിൻസ് ദിസ് ഇസ് BM ആണ് എടുത്തേക്കുന്നത്, M is equal to 1 to etc. അപ്പോൾ ഫ്യൂരിയർ സീരീസിൽ എന്താ AM 0 ആയിപ്പോയി, A0 0 ആയിപ്പോയി. സോ വാട്ട് ഇസ് റിമൈനിങ്, സിഗ്മ M is equal to 1 to infinity BM sin m pi x by L dx. എന്നിട്ട് അതിന് BM എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് 2L, M ഇല്ലാത്ത ടേം 2L ബൈ പൈ മാത്രമേ ഉള്ളൂ, വെളിയിൽ നിർത്തി. സിഗ്മ M is equal to 1 to infinity -1 raised to m plus 1 by m sin m pi x by L. So this is the Fourier series for f. Thank you.